കാലവാരി താടിക്കോ സ്കേൻ ജനാധിപത്യപരമായി കാലവാരി താടിക്കോ സ്കേൻ ആരാത് എല്ലാം പച്ചയാണ്. ഇലയുടെ കളർ പച്ചയല്ലേ സ്കേൻ? അതുകൊണ്ടായിരിക്കും ഇലയുടെ കളർ പച്ചയാണല്ലോ. പച്ചയോട് പച്ച, പച്ചയോട് പച്ച, LDFന്റെ പച്ചപ്പയില്ല. പച്ചയോട് പച്ച, രക്തഹാരങ്ങളില്ല പച്ചഹാരങ്ങളിലേക്ക് മാറുന്നു കാര്യങ്ങൾ. എസ് കെ അവിടെ കുഞ്ഞാലിക്കുട്ടി എസ് കെ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി മത്സരിച്ച സീറ്റുകളിൽ ഇവർ ഈ ലീഗിന്റെ ഇത്രയും ചിരിയുടെ കാര്യം അന്വേഷിച്ചാലോ? മത്സരിച്ച എത്ര മണ്ഡലങ്ങൾ അവർ ഇപ്പൊ ലീഡ് ചെയ്യുന്നു? KR ഗോപികൃഷ്ണൻ, D ദിലീപ് കുമാർ, കളക്ടർ നമ്പർ 27 സീറ്റ് മത്സരിച്ചു. 27 സീറ്റ് 24 രൂപ. അല്ല പുനലൂരൊക്കെ ഉണ്ടോ? പുനലൂരിലുണ്ടോ? അറിയില്ല. ചേലക്കര പുനലൂരും ഒഴികെ എല്ലായിടത്തും ചേലക്കരയും 22 മത്സരിച്ച 22 എടുത്തു. കളമശ്ശേരി ഗഫൂർ കാ ദോസ്താവുന്നു. കളമശ്ശേരി പി രാജീവിന് അട്ടിമറി ജയം. കളമശ്ശേരിയിൽ പി രാജീവ് വ്യവസായ മന്ത്രി ജയിച്ച അട്ടിമറിയോട് അട്ടിമറി. 108 സീറ്റുകൾ അത് മാത്രമല്ല കേവല ഭൂരിപക്ഷത്തിന് എത്ര വേണം? കേവല ഇപ്പൊ തന്നെ ആയി. DMK എവിടെ കിടക്കാം? അയ്യോ യു ആർ എ ബോംബ്ലാസ്റ്റ് ജീനിയസ് സ്റ്റാർ. അവിടെ ഇന്ദിരാഭവനിൽ KPC ആസ്ഥാനത്ത് വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുരുവായൂരും തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ NK അക്ബർ ആകെ 18,685 വോട്ട് അങ്ങനെയാണ് കാണുന്നത്. ഇറങ്ങിയാലോ? 6 റൗണ്ട് പൂർത്തിയായി. വർഗീസ് മാമൻ UDF കേട്ടോ ലീഡ് 4478 നമ്മുടെ മാത്യു ടി തോമസ് ജലസേനൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. 2ാം സ്ഥാനത്തായി പോയി. അനൂപ് ആന്റണി പ്രധാനമന്ത്രി പരാമർശിച്ച ആള് 3ാം സ്ഥാനത്ത് ലീഡായിരുന്നു. ആദ്യം ഞെട്ടിച്ചു. KPCയുടെ ആകാശ ദൃശ്യങ്ങൾ കാണുകയാണ്. ഇന്ദിരാഭവനിലാണ് കാണുന്നത്. കഴിഞ്ഞ തവണ പൊളിഞ്ഞ് കാട്ടിക്കറിയവരാ. അവർ അഗ്രസീവായി തിരിച്ചു വന്നു. അവർ ഓരോ ലക്ഷം ജയിച്ചു. ഓരോ അതേ പാർട്ടികളിൽ തദ്ദേശം ഈ പറഞ്ഞ ബൈ ഇലക്ഷൻ ലോക്സഭ ആളിനെ കാശ്മീർ കാണാൻ പറ്റൂ. കണ്ണിന്റെ ശക്തി. ലീഗ് മത്സരിച്ച മണ്ഡലങ്ങളുടെ ഒരു കണക്ക് പറയാം. 5 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഇന്ദിരാഭവനിലെ ആകാശ കണ്ടില്ലേ? ക്യാമറ കണ്ട് ഡ്രോൺ കണ്ട് ഒരു ക്യാമറമാൻ പൊങ്ങി വരുന്നുണ്ടല്ലോ. അതാര് പാർട്ടി? റെഡി പോയി. അപ്പോൾ ലീഗിന്റെ കണക്ക് പറയട്ടെ. ലീഗ് മത്സരിച്ചതിൽ 5 മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർ പിന്നിലുള്ളത്. അത് ചേലക്കര, പുനലൂർ, അഴീക്കോട്, കാസർഗോഡ്, കൂത്തുപറമ്പ്. ഈ 5 മണ്ഡലങ്ങളിലാണ് ലീഗ് ഇപ്പോൾ പിന്നിലുള്ളത്. ഗുരുവായൂരിൽ അട്ടിമറിയിലേക്ക് UDF 2254 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. CH റഷീദാണ് സ്ഥാനാർത്ഥി. മാവേലിക്കരയിൽ MS അരുൺകുമാറിന്റെ ലീഡ് കുറഞ്ഞു. 1621 വോട്ടായിട്ട് കുറഞ്ഞു. ആറന്മുളയിൽ രാവിലെ പോസ്റ്റൽ വോട്ട് തുടങ്ങിയപ്പോൾ ചെന്നിത്തലയുടെ പടം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ പടങ്ങൾ കൂടുതൽ മികച്ച ലീഡിലേക്ക് പോകുന്നുണ്ട്. 6428 CK ഗോവിന്ദന്റെ ലീഡ് തളിപ്പറമ്പിൽ തളിപ്പറമ്പിൽ പാർട്ടിക്കോട്ടയിൽ വട്ടിയൂർക്കാവ് സസ്പെൻസ് ആണ് കേട്ടോ. വട്ടിയൂർക്കാവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇപ്പോൾ 785 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ലീഡ് കുറഞ്ഞു. NDA 3 സീറ്റുകളിൽ നിയമത്തടക്കം 3 സീറ്റുകൾ NDA മുന്നിലാണ്. അത് കാസർഗോഡൊക്കെ ഉണ്ട്. MM മണിയുടെ മണ്ഡലത്തിൽ സേനാപതി വേണു 12,131 വോട്ട്. ചെന്നിത്തലയുടെ ഭൂരിപക്ഷം 16,438 വോട്ടിലേക്ക് ഉയരുന്നു. അങ്ങനെ തളിപ്പറമ്പിൽ UDF വലിയ ലീഡിലേക്ക് പോകുന്നു. TK ഗോവിന്ദൻ അവിടെ ഈ പറയുന്ന രീതിയിൽ MP ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തു വന്ന് മത്സരിച്ച് TK ഗോവിന്ദൻ ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുമ്പോഴേക്കും ആളുകൾ കൂവി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമത്തിൽ ആളുകൾ കൂക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.